തൃശൂർ കുന്നംകുളത്ത് ക്രൂരമായൊരു കൊലപാതകം സംഭവിച്ചിരിക്കുകയാണ്. വീട്ടമ്മയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആർത്തറ്റ് സ്വദേശി സിന്ധു മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത്. മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകമെന്നാണ് നിഗമനം. ക്രൂരമായ രീതിയിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഇന്ന് രാത്രി 8 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത്. കുന്നംകുളം ആർത്താറ്റിലാണ് ഈ ഭയാനകമായിട്ടുള്ള ഈ പൈശാചികമായ സംഭവം ഉണ്ടാവുന്നത്. യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. നാടഞ്ചേരി വീട്ടിൽ 55 വയസ്സുള്ള സിന്ധു ആണ് കൊല്ലപ്പെട്ടത്. അജ്ഞാതനായ യുവാവ് വീട്ടിലേക്ക് കയറി യുവതിയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. മാത്രമല്ല, ഈ മോഷണ ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ കൊലപാതകം ഉണ്ടായതെന്നും സംശയിക്കുന്നുണ്ട്. എന്നാലും കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ എല്ലാം സംസാരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ ആദ്യപടിയിലേക്ക് കടന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിന് ശേഷം മാത്രമേ നമുക്കറിയാൻ വേണ്ടി സാധിക്കൂ. ആനന്ദ, ഒരുപക്ഷെ നമുക്കറിയാം, ഈ കുറുവാ സംഘം സംബന്ധിച്ചുള്ള ഭീതികളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം കൂടി ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ അന്വേഷണം ആ ഒരു തലത്തിലേക്കൊക്കെ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടോ? വിഷ്ണു, എന്തായാലും ഈ പ്രാഥമികമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്, ഈ സിന്ധുവിന്റെ ഭർത്താവ് ഈ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തു പോയിട്ടുള്ള സമയത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ വീട്ടിൽ മറ്റാരും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവർ വീടിനോട് ചേർന്ന് ഈ ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മില്ലും നടത്തുന്നുണ്ട്. എന്തായാലും ഈ സന്ധ്യയോടുകൂടി ഇവരുടെ വീടിനടുത്ത് വെച്ച് ഒരു മാസ്ക് വെച്ച് യുവാവിനെ കണ്ടിട്ടുണ്ടെന്നും ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാലും ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ വിവരം അറിയുന്നത്. ഈ വളരെ മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകം, അതായത് വെട്ടേറ്റ് കഴുത്തറുത്ത് മാറ്റിയ നിലയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്നും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.